എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴെ ഇക്കിഴി റിയാക്ഷനാണ്. ദളപതി 69. ഇന്നലെ ഒക്ടോബർ 4 ഒരുപാട് സ്പെഷ്യൽ സംഭവങ്ങൾ ഇന്നലെ അരങ്ങേറിയിട്ടുണ്ട്. അതിലെ ഒന്നാണ് ഈ സിനിമയുടെ പൂജ. ദളപതി 69. ഇതിനകത്ത് മറ്റൊരു വിശേഷം എന്താന്ന് ചോദിക്കണം. അത് ചോദിക്കുന്നതിന് മുന്നേ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഇതിനകത്ത് കുറച്ച് സന്തോഷിക്കേണ്ട കാര്യം കൂടി ഉണ്ട്. എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4-ാം തീയതി പൂജ, 5-ാം തീയതി ഷൂട്ട് തുടങ്ങും. കറക്റ്റ് ആയോ? അതുപോലെ സംഭവിച്ചു. ചുമ്മാ പറയുന്ന അങ്ങ് റെഡിയായി പോവാ. സംഭവിച്ചു പോയി. അതിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ടീമിനോട് തന്നെ സ്പെഷ്യൽ താങ്ക്സ്. അതെ. ഓക്കെ, ഇനി അടുത്ത വിശേഷം. അതായത് ഇന്നലെ ഒക്ടോബർ 4 അതിലെ ഒരു വിശേഷം. അതായത് ഞാനൊരു സിനിമക്ക് പോയിട്ടുണ്ടായിരുന്നു. പുഷ്പക വിമാനം പോലെ തന്നെ എയറിലായിരുന്നു കണ്ടു കഴിഞ്ഞു. ഞാൻ എയറിലല്ല പോയത്. ഞാൻ കുറച്ച് വർഷങ്ങളിൽ പിന്നോട്ട് സഞ്ചരിച്ചു. അതായത് 2010 മുൻപുള്ള ഏതോ ഒരു വർഷത്തിലേക്ക് എത്തിപ്പെട്ടു. എനിക്ക് മനസ്സിലായി ഒരു കാലഹരണപ്പെട്ട ഒരു സിനിമയാണെന്നുള്ളത്. അവിടെ നിന്ന് തിരിച്ചു വരാൻ സമയമെടുത്തു. അതുകൊണ്ടാണ് റിവ്യൂ ചെയ്യാൻ സമയം കിട്ടായിരുന്നത്. റിവ്യൂ ചെയ്യാനുള്ളതൊന്നും ഇല്ല. അത് നെഗറ്റീവ് പറയുകയാണെങ്കിലും അതിനൊരു ഇത് വേണ്ടേ? അതിനും വേണ്ട ഒരു അന്തസ്സൊക്കെ. അതൊന്നുമില്ല, ഒരു തല്ലിപ്പൊളി സാധനം. അത്രേ ഉള്ളൂ പറയാൻ. സന്തോഷം. എന്തായാലും ദളപതി 69 പൂജ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇവർ പങ്കുവച്ചിട്ടുണ്ട്. അത് നമുക്ക് റിയാക്ഷൻ ചെയ്യണം. അതിനു മുൻപ് ഇതിൻ്റെ കാസ്റ്റിങ്ങിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓക്കെ. നമുക്ക് ഇവർ ആദ്യം മുന്നോട്ട് തന്നത് വില്ലനെയാണ്, ബോബി ഡിയോൾ. ആദ്യം തന്നത് നായകനെയാണ്, അതിനുശേഷം വില്ലനെ. അത് ദളപതി 69 എന്നുള്ള പേരിൽ നമുക്ക് തന്നു കഴിഞ്ഞു നായകനെ. അതിനുശേഷം നമുക്ക് വില്ലൻ തന്നു. പിന്നെ നമുക്ക് തന്നത് ആരെയാണ്? പൂജ. പൂജനെ തന്നു. പൂജയാണ് നമ്മുടെ നായിക. പിന്നെ നമുക്ക് മറ്റൊരു നായികയെ തന്നു, നമ്മുടെ മലയാളത്തിൽ നിന്ന്. അത് ആളുടെ ഒരു ഡ്രീമാട്ടോ, വിജയൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത്. അപ്പോൾ ആള് വിഷമത്തോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളിത് നിർത്താനൊക്കെ പോവാണ്. ഇനി എങ്ങനെ വിജയൻ്റെ കൂടെ അഭിനയിക്കുന്നു, കിട്ടി. അതും ലേറ്റസ്റ്റ്, അതായത് ലാസ്റ്റായിട്ട് വരുന്ന അടുത്ത സിനിമയിൽ തന്നെ. അവസാനത്തെ സിനിമ, വിജയുടെ അവസാനത്തെ സിനിമ. പിന്നെ മമിത അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള അടുത്ത സിനിമ, അതിൽ തന്നെ ചാൻസ്. അപ്പൊ മമിത ബൈജു. പിന്നെ വന്നത് ആരാടാ? ഗൗതം മേനോൻ. അതിനുശേഷം പ്രിയാമണി. പിന്നെ നരേൻ. പിന്നെ പ്രകാശ് രാജ്. ഞാൻ വിചാരിച്ചു പ്രകാശ് രാജ് ഉണ്ടാവൂല കേട്ടോ. അത് കാരണം ഗൗതം മേനോന്റെ കാസ്റ്റിംഗ് അതിന്റെ ഇടയ്ക്ക് കയറിയതുകൊണ്ട് അത് വിചാരിച്ചായിരുന്നു. പക്ഷെ ആളുണ്ട് കേട്ടോ. അതായത് ആ ഡീകോഡ് ചെയ്തതിൽ അല്ലാത്തൊരാളുണ്ട് എന്നുള്ള രീതിയിൽ ഒരു തോന്നുന്നുള്ളൂ. ഇപ്പൊ നരേൻ ആരാണിതില്? നരേൻ ആരായിരിക്കും എന്നറിയോ? പ്രിയാമണിന്റെ കെട്ടിയവൻ. പ്രിയാമണിന്റെ ഏകദേശം ഒരു അങ്ങനെയാണ് വരാ. പിന്നെ പ്രകാശ് രാജ് ആരായിരിക്കും? മമിത ബൈജുവിന്റെ ഫാദർ. അല്ല, നമ്മുടെ പൂജയുടെ ഫാദർ. ഓക്കെ. പിന്നെ മമിത ബൈജു വിജയന്റെ അനിയത്തി. അല്ല, ഗൗതം മേനോന്റെ അനിയത്തി. മകള്. അങ്ങനെ ആയിരിക്കും. എന്തൊക്കെ പറയാന് സാധ്യതകളാണ്. അത് അവന്റെ മനസ്സിലുള്ള സാധ്യതകൾ. കാസ്റ്റിംഗ് വെച്ച് നമ്മളിങ്ങനെ കണക്കൂട്ടുമല്ലോ. ശരിക്കും കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു സംഭവം കിട്ടുന്നത്. എന്തിലേക്കൊക്കെയാണ് ഇത്, ആരൊക്കെയാണ്, എന്താണ് കാസ്റ്റ് ചെയ്തേക്കുന്ന ഒരു ഐഡിയ കിട്ടുന്നത് ചെറുതായിട്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ സ്ഥിരം കണ്ട് ഇത് ശീലമായതല്ലേ. വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ലല്ലോ. അതെ. ഓക്കെ, എന്തായാലും പൂജ വീഡിയോ കാണാം അല്ലേ? അതിനുശേഷം സ്റ്റീൽസ് കാണാം അല്ലേ? ഓക്കെ. പഴയ ഒരുപാട് സിനിമകളുടെ പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു കവാടം ഉള്ളിലേക്ക് പ്രവേശിച്ചു. KVN പ്രൊഡക്ഷൻസ് വരുന്നു. H വിനോദ്, നരേൻ, മമിത, പൂജ, ബോബി ഡിയോൾ. ഇനി ആളെ ഓഫ് സ്ക്രീനിൽ വൈറ്റ് ഇട്ടേ കാണുള്ളൂ കേട്ടോ. അതിന്റെ തുടക്കമാണിത്. ഷോട്ടൊക്കെ എടുത്ത് പോയി ഒരു ഹലമത്തിയും കളിക്കും അല്ലേ? ഹലമത്തി ഹബീബ്.
ആ ഒരു പെപ്പറോണി ഇട്ടാൽ തെറ്റായി. അത് മാസ്റ്റർ അല്ലേ? ഓ വൺ ലാസ്റ്റ് ടൈം. ഫുൾ റെഡിലാണ് കളി അല്ലേ? പോസ്റ്റർ ആയാലും റെഡാണ്, വീഡിയോയിലായാലും റെഡാണ്, ഫുൾ റെഡ്. പിന്നെ റെഡ് കാർപ്പറ്റും ആണ്. ലുക്ക് സൂപ്പറുണ്ട്, സൂപ്പർ. ഇനി ഈ രീതിയിൽ തന്നെ ആയിരിക്കും സോൾട്ടൻ പെപ്പർ ലുക്കിൽ ഈ ലുക്കിൽ തന്നെ ആയിരിക്കാനാണ് ചാൻസ് അല്ലേ? പക്ഷെ പൂജ വരുമ്പോ ചിലപ്പം ഒന്നും മാറ്റിയേക്കാം, സാധ്യത ഉണ്ട്. ലുക്കിലൊരു മാറ്റം വന്നേക്കാം, പറയാൻ പറ്റില്ല. പിന്നെ ഏജ് ഏത് രീതിയിലാ ഏജ് കാണിക്കുന്നത് പറയാൻ പറ്റില്ല കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ പ്രശ്നമുണ്ട്. ഓക്കെ, എന്താണെങ്കിലും സിനിമയുടെ ഷൂട്ട് ഇന്ന് തുടങ്ങുകയാണ്. 2025 ഒക്ടോബർ 10. അങ്ങനെ കണ്ടല്ലേ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 10 ഞാൻ ചേർത്താ, കയ്യിൽ നിട്ടുന്നു. ഇതിന്റെ പറഞ്ഞതൊക്കെ ശരിയായിട്ടുണ്ട്. ഏതായാലും ഒക്ടോബറിലേക്കാണ് റിലീസ് പ്ലാനിങ് ഉള്ളത് കേട്ടോ. കറക്റ്റ് ഒരു വർഷം ഷൂട്ടിന്റെ ടൈം. യെസ്, എന്തായാലും ആദ്യ ഭാഗങ്ങളിൽ ഷൂട്ടുള്ളത്, അതായത് ആദ്യത്തെ ഷെഡ്യൂള് സോങ് ആണെന്നുള്ളതാണ് കേട്ടത്. പൂജ ഇതിൽ ജോയിൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ വിജയ് ജോയിൻ ചെയ്യുന്നില്ല. യെസ്, അതും 2 ആഴ്ചത്തെ ഷെഡ്യൂളാണ് ഫസ്റ്റത്തത്. അതിനുശേഷമാണ് പിന്നീട് വിജയ്ക്ക് എന്തായാലും അടുത്ത ഇതൊക്കെ ആയിരിക്കും, അടുത്ത ഷെഡ്യൂൾ മുതലൊക്കെ ആയിരിക്കാം ജോയിൻ ചെയ്യാൻ പോകുന്നത്. പക്ഷെ സോങ് ആണെങ്കിൽ വിജയ് ഉണ്ടാവുമല്ലോ, അതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്തായാലും ആദ്യത്തെ സമയങ്ങളിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, അല്ലാതെ വിജയ് ഉണ്ടാവാതിരിക്കാൻ ഒരു ചാൻസും ഇല്ല. അതെ, എന്തായാലും ഒരു ഡാൻസ് അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു ഡാൻസ് നമ്പർ ആയിരിക്കും. അതെ, പൂജ സോങ്ങിലുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണല്ലോ. എന്താണെങ്കിലും കാത്തിരിക്കാം ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട്. ഓക്കെ, എന്തായാലും സ്റ്റിൽസ് കാണാം. കുറച്ച് സ്റ്റിൽസ് വന്നിട്ടുണ്ട്. ഇതേ സംവിധായകന്റെ കൂടെ, ഇത് നമ്മുടെ പ്രൊഡ്യൂസറും അല്ലേ, KVN പ്രൊഡക്ഷൻസ്. ഇതേ വിനോദമായിട്ട് എന്തോ വലിയ സംഭവം സ്പിന്നിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ടേൺ ചെയ്യണമെങ്കിൽ ബോൾ ചെയ്യുമ്പോൾ ഫാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെയും അല്ലെ ഇങ്ങനെയും തിരിച്ചു വിടണം. അത് ഇനി വലിയ ട്വിസ്റ്റിനെ കുറിച്ചാണ്. ട്വിസ്റ്റ്. അടുത്തത് ഇതാണ്. ഇവരറിയാം, വില്ലനും നായകനും നടുക്ക് നായികയും. ഇതിപ്പോ എന്താ പറയുന്നത് അറിയോ? അതെ, സിനിമയിൽ ഈ ഒരു ചിരിയും കളിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വില്ലനെ എടുത്തിട്ട് പഞ്ഞിക്കിടുന്ന്. വില്ലൻ ആദ്യം അത് തന്നെ എനിക്ക് പറഞ്ഞത്, നീ ചിരിച്ചോണ്ടിരിക്കുന്നത് വേണ്ട, എന്റെ കിട്ടുന്നത് നിനക്ക് ഞാൻ ആദ്യം തരും, നീ പിന്നെ എന്താന്ന് വെച്ചാൽ ചെയ്തു, അത് വിട്ടേക്കുന്നത്. അതെന്താ പറഞ്ഞത്? തരാനുള്ള പൈസ അക്കൗണ്ടിലേക്ക് പെട്ടെന്ന് ഇടണം. പിന്നെ എനിക്ക് പാർട്ടിയിലേക്ക് ഇറങ്ങാനുള്ളത് കുറച്ചൊന്നല്ല, അത് ഓർമ്മ വേണമെന്ന്. പിന്നെ ഇത് മക്കളോടുള്ളതാണ്. എല്ലാവരും നല്ലതായിട്ടിരിക്കട്ടെ. ഞാൻ പുറകിൽ പെട്ടെന്ന് ഞാൻ ഉണ്ണിക്കണ്ണനാണ് എഴുതിയടാ. ആകുമ്പോ ഉണ്ണിക്കണ്ണനെ ആ വഴിക്ക് നോക്കല്ലേ, എത്തുന്നേ ഉള്ളൂ അങ്ങോട്ട്. ഇതെന്തായിരിക്കും, നമുക്കൊരു ഹലമത്തി ഹബീബ് കളിച്ചാലോ എന്ന്. അത് അത് 3 പേരുള്ളതാണ്. ചിലപ്പോ ചോദിക്കുന്നതായിരിക്കും ഡ്രസ്സിങ്ങിന്റെ കാര്യം തോന്നുന്നു. ഇനി വൈറ്റ് ഒക്കെ തന്നെ ആയിരിക്കും, ഇതൊക്കെ തന്നെ ആയിരിക്കും. മാസ്റ്റർ അയ്യോ, എല്ലാവരും നമ്മുടെ മമിതക്കുട്ടി മമിത ഒറ്റയ്ക്ക് ഒറ്റയ്ക്കെന്നല്ല, മമിത വിജയന്റെ കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇല്ലേ? അത് ആൾറെഡി ഇന്നലെ തന്നെ ഞാൻ ചാമ്പിക്കണ് ആണല്ലേ ചാനലില്. അപ്പൊ തന്നെ ഇട്ടു, സ്പെഷ്യലായിട്ട് ഇട്ടു. ഇന്നല്ല അതേ എന്താ അപ്പുറത്ത് അതേ കോസ്റ്റ്യൂമിലൊരാള് സൂം ചെയ്ത് നോക്കിയാ പോലെ അറിയില്ല. വിട്ടേക്ക് സംഭവം. പാവം പോട്ടെ. മമിതക്ക് പൂജക്ക് തന്നെ ഡ്യൂപ്പിനിട്ടോ, പൂജയുടെ ദിവസം തന്നെ ഡ്യൂപ്പിനെ കൊണ്ടുവന്നാള്. ഓക്കെ, അലമത്തി നമ്മുടെ മുത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു, അതിലാണ് ഈ ഒരു പൂജയിലുള്ള നമ്മുടെ സന്തോഷം. അതാണ് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയും. അയ്യോ നരേന്റെ കൂടെ ഉള്ള ഫോട്ടോ, നരേന്റെ ലുക്കൊക്കെ ആകെ മാറിയല്ലോ, പല ലുക്കിലൊക്കെ ചെയ്തിട്ടില്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഫോട്ടോ ഇത്രയെണ്ണം ആണ് നമുക്ക് കിട്ടിയുള്ളത്. ഗംഭീരമായിട്ട് പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു അടാർ ഐറ്റം തന്നെ തരണേ എന്നാണ്
നമ്മൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ കിട്ടട്ടെ. അതെ, നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അത് വില്ലൻ തിളങ്ങുമോ ഇല്ലയോ, നമ്മളത് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അതായത് ബോബി ഡിയോളിനെയും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു താരത്തെ വില്ലൻ വേഷത്തിൽ അങ്ങ് ഹിറ്റായി കഴിഞ്ഞാൽ പിന്നെ ആളെ സ്ഥിരം എടുക്കുമെന്നുള്ളതാണ് നമ്മൾ അതിൽ പറഞ്ഞത്. അപ്പോൾ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, അതായത് നിങ്ങളിത് കങ്കുവിൽ പറഞ്ഞ് കേട്ടില്ലല്ലോ എന്ന്. കങ്കുവിൽ ആദ്യം വന്നതാണ്, അതിനുശേഷമാണ് ഇതൊക്കെ വരുന്നത്. എന്താ പറയാ, സ്ഥിരമാകുമ്പോഴാണ് നമ്മൾ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഒരു വേറെ ചോദ്യം കൂടി ഉണ്ട്. അതായത് കങ്കുവക്ക് നമുക്ക് വീഡിയോൻ്റെ എണ്ണം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിജയ്ക്ക് വേണ്ടി ചെയ്ത സിനിമകളുടെ വീഡിയോസിൻ്റെ പകുതി പോലും എണ്ണം വരില്ല. അപ്പോൾ ഇതൊന്നും ഇവർ ചോദിച്ചിട്ടില്ലല്ലോ. അതങ്ങനെയാണ്. ഇതെന്താണെന്നറിയോ, എന്തെങ്കിലും ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമുക്ക് തോന്നിയ കാര്യമാണ്, പലർക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാവും തന്നെയാണ് നമ്മുടെ വിശ്വാസം. കാരണം ഇതിന് മുന്നേ വന്നേക്കുന്ന വില്ലന്മാരുടെ ഒക്കെ അവസ്ഥ നമുക്കറിയാം. ഇതിനകത്ത് തമിഴ് സിനിമയിൽ തന്നെ ആദ്യമായിട്ട് ബോബി ഡിയോൾ അഭിനയിക്കുന്നത് കങ്കുവേലാണ്. ഇപ്പം ഇനി പണ്ടുങ്ങനെ അഭിനയിച്ചിട്ടുണ്ടോ അറിയില്ല, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് ആദ്യം വില്ലനായിട്ട് വരുന്നത് കങ്കുവ സിനിമയിലാണ്. അത് 1.5-2 വർഷം മുന്നേറ്റ് ഇതിന് സൈൻ ചെയ്ത് കഴിഞ്ഞതാണ്. അതിനുശേഷം കണ്ടിന്യൂസ് എത്ര സിനിമകൾ വില്ലനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും വില്ലനായിട്ട് തന്നെ തമിഴിലേക്ക് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഇവരോട് ആരോടും നമുക്ക് പ്രത്യേകിച്ച് വൈരാഗ്യ ദേഷ്യമൊന്നുമില്ല. മാത്രല്ല, നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ, അതായത് വിജയുടെ കൂടെ പുതിയൊരു വില്ലനെ നമ്മൾ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ വിജയനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നല്ല അതിന്റെ അർത്ഥം. അത് ഇവർക്ക് അതെന്തുകൊണ്ടാണല്ലോ ചില ഫാൻസിന്റെ ഒരു പ്രത്യേകതയാണ്. എന്തെങ്കിലും അത് വിജയ് അങ്ങനെ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ വിജയിന്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറ്റം പറയണതല്ല. അല്ല, ഇവരെ ആഗ്രഹിക്കുന്നു വിജയ് ഇപ്പോഴും അതേപോലെ തന്നെ എല്ലാം ഒരേപോലെ ചെയ്ത് അങ്ങനെ പോകണം. അതാണ് വിജയ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് വിജയും ഇങ്ങനെ തന്നെ ചിന്തിക്കുന്നത്. ഒരു പ്രേക്ഷകരൊന്ന് മാറി ചിന്തിക്കുക, അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല മാറി എന്ന് പറയുമ്പോഴേ ആൾക്കാർക്ക് പോലും മാറാൻ തോന്നുള്ളൂ. ഇത് അങ്ങനെ ചെയ്യുന്നില്ല, എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും സംഭവിക്കാതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.